സംസ്കാരം ഉൾക്കൊള്ളുന്ന നമ്മുടെ സനാതനധർമ്മം നിലനിൽക്കുന്നതിന് ഹിന്ദു ഐക്യത്തിൻ്റെ ഇല്ല. നമ്മുടെ ഋഷിവര്യന്മാരും ദേശസ്നേഹികളും യോഗികളും സന്യാസിവര്യന്മാരുമെല്ലാം കാലാകാലങ്ങളായി വർഷാന്തരങ്ങളായി എന്ന് തന്നെ പറയാം ഈ സനാതനധർമ്മത്തെ നിലനിർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ട് പല വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് നമ്മുടെ ഈ സനാതനധർമ്മം നിലനിർത്തിക്കൊണ്ടുപോകുകയാണ്. സനാതനധർമ്മം എന്നുദ്ദേശിക്കുന്നത് തന്നെ ഈ ജന്മത്തിലുള്ള ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ വേണ്ടിയാണ്. മറ്റ് മതസ്ഥരെ മാതിരിയോ മറ്റവർക്ക് സ്വർഗവും മറ്റതെല്ലാം ആണ് അവരുടെ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നത്. നമ്മുടെ സനാതനധർമ്മം പറയുന്നത് ആത്മസാക്ഷാത്കാരം നിലനിൽക്കുന്നതിനാണ്. അതുകൊണ്ട് 5000 വർഷങ്ങൾക്ക് കൂടുതൽ പഴക്കമുള്ള നമ്മുടെ ഈ സംസ്കാരം നിലനിർത്തുന്നതിന് നമ്മളെല്ലാവരും ഐക്യത്തോടെയും ഒരുമിച്ചോടുകൂടിയും പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓരോ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്വാഗതം പ്രസംഗികൻ സൂചിപ്പിച്ചതുപോലെ മഹാമഹം വളരെയേറെ പറയത്തക്ക രീതിയിൽ തന്നെ വലിയൊരു വമ്പിച്ച വിജയപ്രദമായി തീർക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത 27-ലും 28-ലും മഹാകുംഭമേളയായിട്ടും നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ധാർമ്മികയും സനാതനവും സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമ്മുടെ വരുന്ന കുട്ടികളും അടുത്ത തലമുറകളെ എല്ലാവരെയും നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഇപ്പോൾ വിദ്യാഭ്യസിപ്പിക്കുന്നതെല്ലാം മറ്റുള്ള സ്കൂളുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം. നമ്മുടെ സനാതനം പഠിപ്പിക്കുന്നതും ആ ഒരു ഹിന്ദുത്വ പേരിൽ പോകുന്ന സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളെയൊന്നും ചേർത്തുന്നില്ല. പലവരും മറ്റുള്ള സ്കൂളുകളിലും മറ്റു ഇതുപോലെ. പക്ഷേ നമ്മുടെ അത് വാർത്തയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ധർമ്മങ്ങളും സംസ്കാരങ്ങളും പഠിപ്പിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ കുട്ടികളെ ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കും ആ രീതി പിന്തുടരാൻ വേണ്ടി നമ്മൾ തന്നെ പ്രയത്നിക്കണം. അച്ഛനും അമ്മയും മറ്റുവരെയും പ്രവർത്തിക്കണം. വീട്ടിൽ നാമജപങ്ങളും സന്ധ്യാനാമവും വിളക്കോളത്തിലും രാവിലത്തെയും വൈകുന്നേരത്തെയും എല്ലാം കുട്ടികളെയെല്ലാം വരുന്ന തലമുറയും പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ മറ്റു മതസ്ഥർ നമ്മുടെ മതപരിവർത്തനവും മറ്റെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഹിന്ദു മതം ഇല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മം നമ്മൾ ആരെയും പോയിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കുകയോ ഇല്ലെങ്കിൽ മതം മാറാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയോ ചെയ്യുന്നില്ല. കാരണം സനാതനം ധർമ്മം എന്ന് പറയുന്നത് സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ അത് ദൈവിക ചൈതന്യം, ആ പരബ്രഹ്മമാണ്. ആ ധർമ്മത്തിലേക്ക് ആരെയും ഇങ്ങോട്ട് ക്ഷണിക്കേണ്ട കാര്യമില്ല. എന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന മറ്റേത് മതസ്ഥരായാലും ശരി ഈ സനാതനത്തിലേക്ക് വന്നേ തീരൂ, ഇല്ലെങ്കിൽ വന്നേ ആവുള്ളൂ. കാരണം ഇതാണ് സനാതനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പുണ്ടായിട്ടുള്ള ധർമ്മങ്ങളെല്ലാം ഇത് തന്നെയാണ്. അതിൻ്റെ മുമ്പ് ഒരു മതസ്ഥവും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ സനാതന ധർമ്മമാണ് ഏറ്റവും പ്രാചീനം. അതിലേക്ക് വന്നേ പറ്റുള്ളൂ. ദയവേത് അവരോട് നമ്മൾ എല്ലാവരോടും ഈ കാണുന്ന എല്ലാവരോടും നമ്മുടെ ധർമ്മത്തിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം കൂടി. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മുഖ്യപ്രാസംഗികൻ ചെയ്തുകൊണ്ടിട്ടുണ്ട്. അവർ കൂടുതലായിട്ട് സംസാരിക്കും. നമ്മളെല്ലാം വേണ്ടി അതിനുവേണ്ടി നമ്മുടെ സംസ്കാരം നിലനിർത്തുന്നതിനും സനാതനധർമ്മം വ്യാപിപ്പിക്കുന്നതിനും വേണ്ടി എല്ലാവരും വളരെ ഇനിയെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഗൃഹത്തിൽ നിന്ന് തന്നെ തുടങ്ങി കുട്ടികളെയും ആ വഴിക്ക് എല്ലാം നയിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹിന്ദുധർമ്മം ഈ നിലനിർത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇന്നത്തെ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ
പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന പൂജനീയ സ്വാമി തപസ്യാനന്ദ ഗുരുജി, ഈ യോഗത്തിൻ്റെ ഇത്തരം ഇവിടെ നടക്കുന്ന ഈ പരിപാടി മുഴുവൻ സംയോജകനായ ശ്രീ സന്ദീപ്, ഉപസ്ഥിതരായ വിശിഷ്ട വ്യക്തികളെ, അമ്മമാരെ, സഹോദരിമാരെ, മറ്റ് സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഹൈന്ദവം 2026 എന്നുള്ള പേരിൽ ചെറിയ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള ഓരോ സ്ഥലത്തും ഇത്തരം യോഗങ്ങൾ നടന്നു വരുന്നു. ഈ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പല സംഭവങ്ങളും അതിൻ്റെ 1000-ാം വർഷവും 350-ാം വർഷങ്ങളെല്ലാം ആണ് ഇന്ന്. നമുക്കറിയാം, ലോകത്തിന് മുഴുവൻ വഴികാട്ടിക്കൊണ്ട് അത്യുന്നതമായ ഒരു സിദ്ധാന്തം, സനാതന ധർമ്മം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജഗദ്ഗുരു സ്ഥാനത്ത് ഭാരതം വിരാജിച്ചിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചു കാലത്തെ ആത്മബോധം നശിച്ച, ആ ബോധം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൻ്റെ നേരെ വൈദേശിക ആക്രമണങ്ങൾ നടന്നു. ഈ നാട്ടിൽ ഇന്ന് സ്വാഭിമാനവും ഉയർന്നു നിൽക്കുന്ന സോമനാഥ ക്ഷേത്രം വൈദേശിക ആക്രമണത്തിന് പലപ്പോഴും ആക്രമണത്തിന് വിധേയമായത് നമ്മുടെ സമൂഹം മാത്രമായിരുന്നല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള സോമനാഥ ക്ഷേത്രം ആദ്യമായി നശിപ്പിച്ചത് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ അത് അവിടെ അന്നില്ല. ഈ ഒരു സനാതന ധർമ്മം ആര് വിചാരിച്ചാലും നശിപ്പിക്കാൻ സാധിക്കാത്തതാണ്. അതിൻ്റെ ആത്മചൈതന്യം എത്ര പ്രാവശ്യം നശിപ്പിക്കാൻ പരിശ്രമിച്ചാലും അത് വീണ്ടും വീണ്ടും ഉയർന്നെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പോലെ 17 പ്രാവശ്യം വൈദേശിക ശക്തികളാൽ ആക്രമിക്കപ്പെട്ടിട്ടും ഭാരതം സ്വതന്ത്രമായി കഴിഞ്ഞ ഉടനെ ആ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും നമ്മുടെ നാടിൻ്റെ അന്നത്തെ രാഷ്ട്രപതി തന്നെ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറായി. ആ നിലയ്ക്ക് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ അമരത്വം വിളിച്ചു പറയുന്ന ആ സോമനാഥ ക്ഷേത്രത്തിൻ്റെ നേരെ നടന്ന വൈദേശിക ആക്രമണത്തിൻ്റെ 1000-ാം വർഷമാണിത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻ്റെ ചരിത്രത്തിൽ ഇസ്ലാമിക ആക്രമണങ്ങൾ നടന്നിരുന്നു. ആ സമയത്ത് അതിൻ്റെ ഏറ്റവും ക്രൂരമായ ആക്രമണം സഹിക്കേണ്ടി വന്നൊരു കാലഘട്ടം ഔറംഗസേബ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. ഒന്നുകിലോ മതം മാറുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക. ആ തരത്തിൽ ആഹ്വാനമായിട്ട് ഹിന്ദു സമൂഹത്തിന് നേരെ കൂട്ടമായ കൊലകളും അക്രമങ്ങളും നടന്നിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഉത്തരഭാരതത്തിലെ വലിയൊരു വിഭാഗം ഹിന്ദു സമൂഹം അവരാശ്രയിച്ചത് സിഖ് സമുദായത്തിലെ ഗുരു തേജ് ബഹദൂർ സിംഗിനെയായിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ട് ഞങ്ങൾ രക്ഷിക്കണം, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞ സമയത്ത് ഗുരു തേജ് ബഹദൂർ സിംഗ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ നിങ്ങളുടെ വരാൻ അക്രമികളോട് പറയും, നമ്മുടെ ഗുരുവുണ്ട് തേജ് ബഹദൂർ സിംഗ്, അദ്ദേഹത്തെ മതം മാറ്റിയാൽ ഞങ്ങളെല്ലാവരും മതം മാറാൻ തയ്യാറാണ്. അവർ വളരെ സന്തോഷമായി. ഓരോരുത്തരും പിടിച്ച് മതം മാറ്റാൻ പരിശ്രമിക്കുന്ന നേരാണ് ഗുരുവിനെ പിടിച്ചതിൻ്റെ മതം മാറ്റാം എന്ന് ചിന്തിച്ചുകൊണ്ട് തേജ് ബഹദൂർ സിംഗിനെ അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് അദ്ദേഹം അങ്ങോട്ട് ചെന്നു, എന്നെ മതം മാറ്റൂ, എന്നിട്ട് എൻ്റെ നാട്ടിലെ ജനങ്ങളെ മതം മാറ്റാം. അങ്ങനെ മതം മാറാനുള്ള കാര്യം വരുന്ന സമയത്തേയും പറഞ്ഞു, ഞാനൊരു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, അത് സനാതനമായിട്ടുള്ളൊരു കാര്യമാണ്, അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. അനവധി തരത്തിലുള്ള പീഡനങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2 പേരെ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ച് അറുത്ത് കൊല്ലാൻ തയ്യാറായി. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു,
ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ സിദ്ധാന്തത്തിൻ്റെ അനുയായിയായിട്ട് ഞാൻ ജീവിക്കുന്ന വ്യക്തിക്ക് എനിക്ക് വേറൊന്നിലേക്ക് മാറേണ്ട പ്രശ്നമില്ല. എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഞാൻ എൻ്റേത് മാത്രം ശരി എന്ന് പറയുന്ന വിശ്വാസത്തിൽ ഞാൻ വരാൻ തയ്യാറില്ല എന്നുറച്ചു നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ കഴുത്ത് വെട്ടി അങ്ങനെ ഡൽഹിയിൽ ഒരു കുന്തത്തിൽ പരസ്യമായിട്ട് എല്ലാവർക്കും എന്തായിരിക്കും അത് എന്ന് വച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായി. ആ ഗുരു തേജ് ബഹദൂർ സിംഗ് ധർമ്മത്തിന് വേണ്ടി ഉറച്ചിന്ന് ആ ധർമ്മത്തിന് വേണ്ടി ജീവാഹുതി ചെയ്തതിൻ്റെ 350-ാം വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷുകാരുടെ നാട്ടിൽ നമ്മുടെ കാലത്ത് നമ്മൾ ഭരണം നമ്മുടെ അടിമകളായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് ഭാരതത്തിന് ആവേശകരമായ ഉണർവുണ്ടാക്കിയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഭാരതമാസകലം ഒരു ആളിക്കത്തുന്നതിൽ ജനങ്ങൾക്ക് ആവേശം പകർന്ന വന്ദേ മാതര ഗാനം തയ്യാറാക്കി ഭാരതം മുഴുവൻ വന്ദേ മാതര ഗാനത്താൽ മാറ്റൊളിക്കൊണ്ടിരുന്ന ആ വന്ദേ മാതര ഗാനത്തിൻ്റെ 150-ാം വർഷമാണിത്. നമുക്കറിയാം, ഇന്ന് ഭാരതമാസകലം ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നു. അസംഘടിതമായ ഹിന്ദു സമാജം സംഘടിതമാകുന്നതിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൽ ആസകലമുണ്ടാകുന്ന ഒരു ഉണർവിൻ്റെയും അന്തരീക്ഷം പ്രകടമാണ്. നേരത്തെ പറഞ്ഞു കേരളത്തിലെ കുംഭമേളയെക്കുറിച്ച്. ആ രീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 100ാമത് വർഷമാണ്. സംഘത്തിൻ്റെ ശതാബ്ദി വർഷമാണ്. ഈ ഒരു വർഷത്തിൽ നമ്മുടെ സംഘടന ആരംഭിച്ചിട്ട് 1 വർഷമായി. അതുകൊണ്ട് ശതാബ്ദി ആഘോഷ പരിപാടികൾ നടത്താനല്ല സംഘം ഉദ്ദേശിക്കുന്നത്. മറിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപനം ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനോ പ്രതിക്രിയാത്മകമായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നില്ല. മറിച്ച് ഈ നാടിൻ്റെ തനതായ സ്വഭാവത്തോടുകൂടി നമ്മുടെ നാടിൻ്റെ ഭാവിയെക്കുറിച്ച് അനവധി ആൾക്കാർ ആ അടിമത്ത കാലഘട്ടത്തിൽ അവർ ഈ നാടിനെ സ്വതന്ത്രമാക്കാനുള്ള പരിശ്രമത്തിൽ വളരെ കാര്യമായിട്ട് പങ്കാളികളായിരുന്നു. അനവധി വിപ്ലവകാരികൾ വിപ്ലവ പ്രസ്ഥാനത്തിലൂടെ ഭാരതത്തെ സ്വതന്ത്രമാകാൻ പ്രവർത്തിച്ചു. 10, 16, 20 വയസ്സുള്ള യുവാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അവർ വധശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വന്ന സമയത്ത് പുഞ്ചിരിച്ചും കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് അവരാ തൂക്കയർ സ്വന്തം കഴുത്തിൽ ഞാൻ തയ്യാറായി. ധീരതയോടുകൂടി ജീവാഹുതി ചെയ്യാൻ തയ്യാറായിട്ട് ആക്കാം. അങ്ങനെ വിപ്ലവ പ്രസ്ഥാനം ഒരു ഭാഗത്ത്. മറുവശത്ത് അതിഗംഭീരമായിട്ടുള്ള നിലയ്ക്ക് അനവധി സന്യാസിമാർ ഭാരതത്തിൻ്റെ ആസകലം സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളെ ജാഗ്രതമാക്കാൻ പരിശ്രമിച്ചു. ഏറ്റവും ശക്തമായിട്ടുള്ള നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതൊന്നും രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല. അത് ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കൂടിയിട്ടും സ്വാതന്ത്ര്യ സമരത്തിനുള്ള പ്രവർത്തനങ്ങളുടെ ആവേശപൂർവ്വം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം വേണം, അതിനുവേണ്ടി അവർ അനവധിയുള്ള ത്യാഗങ്ങൾ ഹിക്കാൻ തയ്യാറായിട്ടുള്ളൊരു ഭാരതീയ ജനത മുന്നോട്ട് വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ ഒട്ടനവധി നേതാക്കന്മാരുടെ മനസ്സിൽ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചിന്തയും വന്നിരുന്നു. ഒരു സംഭവം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിൽ നിന്ന് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പോയി ഈ ഭാരതീയ സനാതന ധർമ്മത്തിൻ്റെ ആഹ്വാനം മുഴക്കി കാളം മുഴക്കം കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴടക്കി തിരിച്ചു വരുന്ന സമയത്ത് കൊളംബോ മുതൽ അൽമോറ വരെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയുണ്ടായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അതിൽ ആവേശഭരിതരായിട്ടുള്ള ഒരു കൂട്ടം യുവാക്കന്മാർ സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി, അങ്ങയുടെ വാക്കുകൾ ഞങ്ങളുടെ രക്തം തിളപ്പിക്കുന്നു.
ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. അങ്ങ് സന്യാസം മാറ്റിവെച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം തരാൻ തയ്യാറാകണം. യുവാക്കന്മാരുടെ ആവേശഭരിതമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടാക്കി. പക്ഷെ കുറച്ചു നേരം അദ്ദേഹം ശാന്തമായിട്ട് നിന്നു. എന്നിട്ട് അദ്ദേഹം ആത്മകഥം പോലെ പറഞ്ഞതെന്താണെന്നറിയാമോ? ഞാൻ വരാം, സ്വാതന്ത്ര്യം നേടിത്തരാം. പക്ഷേ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം കാത്തു രക്ഷിക്കാൻ അത് നമ്മുടെ സമാജം തയ്യാറാണോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിനുത്തരം സംസ്കാരം, ജീവിതശൈലി, ദർശനം എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജനങ്ങൾ ജീവിക്കണം. അതുകൊണ്ട് സമാജത്തിൽ സമഗ്രമായിട്ടുള്ളൊരു പരിവർത്തനം